RSS ഒക്കെ എന്താണ് പിന്നെ മുനമ്പത്തെ പറ്റി അല്ലെങ്കിൽ വഖഫ് ബില്ലിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു പിന്നെ എന്താണ് ക്രിസ്ത്യൻ ചർച്ചുകളുടെ കയ്യിലിരിക്കുന്ന സ്വത്തിനെ പറ്റി. അപ്പോൾ ഇവരാരും ആലോചിക്കുന്നില്ലേ ഇവരുടെ പിന്നെ അമ്പലങ്ങളിൽ ഇരിക്കുന്ന സ്വർണത്തെ പറ്റി, സ്വർണ്ണ നിക്ഷേപത്തെ പറ്റി? സ്വർണം വലിയ അസറ്റാണ് എങ്കിൽ ഈ അസറ്റ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയെ മുഴുവനും ടോപ്പ്, അതായത് അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി GDP ഉള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റണമെങ്കിൽ അമ്പലങ്ങളിലുള്ള ആ സ്വർണം എടുത്ത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മതി. അതായത് രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഈ സ്വർണം എടുത്ത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കൻ GDPയേക്കാൾ ഉയർന്ന GDPയിലേക്ക് 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഉയരാൻ പറ്റും. ഇതാര് പറഞ്ഞു കൊടുക്കും? നമ്മുടെ മോദിജിയുടെ അടുത്ത് ഒരു പിന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഇത് അറിയിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു പ്രയോജനമില്ലാതെ ദൈവങ്ങൾക്ക് സ്വർണം കൊണ്ടുപോയി യാതൊരു കാര്യവുമില്ല. അപ്പോൾ ദൈവങ്ങൾക്ക് പ്രയോജനമില്ലാതെ വച്ചിരിക്കുന്ന സ്വർണം എടുത്ത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ GDP അമേരിക്കൻ GDPയേക്കാളും ഉയർന്ന GDP ആയി വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പിന്നെ എന്താ വേണ്ടത് എന്ന് എല്ലാവരും കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. നമുക്കൊരു പ്രോഗ്രാമായിട്ട്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന, നമ്മുടെ ഇവിടുന്ന് പോകുന്ന മന്ത്രിമാർ, ഇവിടുന്ന് പോകുന്ന MP-മാർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് സജസ്റ്റ് ചെയ്യേണ്ട, അതായത് ഹൈലി സെക്യുലർ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരിക്കണം ഇത്. അമ്പലങ്ങളിൽ അതുപോലെ പള്ളികളിലെങ്ങും സ്വർണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എവിടെയും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ എവിടെയൊക്കെ ഉണ്ടോ ഈശ്വരന്മാർക്ക് സ്വർണം കൊണ്ട് യാതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ സ്വർണമൊക്കെ എടുത്ത് ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ചെലവഴിക്കുക. ഈശ്വരന്മാർ, ഇപ്പം രാമനാകട്ടെ ആരുമാകട്ടെ, അവർ മര്യാദരാമന്മാരാണ്. അവർ എന്താ പറയുക, ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മനുഷ്യ നന്മയാണ് അവരുടെ ഒക്കെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സ്വർണം എടുത്ത് ചെലവഴിക്കുമ്പോൾ അത് മനുഷ്യ സമൂഹത്തിൻ്റെ സമൃദ്ധിക്കും നന്മയ്ക്കും സമാധാനത്തിനും അഭിവൃദ്ധിക്കുമായി ചെലവഴിക്കപ്പെടും. BJP ഭരണം വന്നതിന് ശേഷം ആണ് സ്വർണത്തിൻ്റെ ചുങ്കം പല ഘട്ടങ്ങളിലായിട്ട് ഇറക്കുമതി ചുങ്കം 15% 2014 സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം. ആ 14% നിന്നാണ് ഇപ്പോൾ 6% കുറഞ്ഞിരിക്കുന്നു ഇറക്കുമതി ചുങ്കം. എന്തിനാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇറക്കുമതി ചുങ്കം കുറച്ചത്? ഇറക്കുമതി ചുങ്കം കുറച്ചത് ഈ കള്ളക്കടത്ത് കുറച്ച് നിയന്ത്രിക്കുക, കള്ളക്കടത്തിന് കടിഞ്ഞാണിടുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇറക്കുമതി ചുങ്കം കുറച്ചത്. പക്ഷേ ഇറക്കുമതി ചുങ്കം കുറച്ചു കഴിഞ്ഞപ്പോഴും ഇവിടെ നമുക്കറിയാം ഈ സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ പിടിക്കാനും പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വർണം കള്ളക്കടത്ത് നടത്തിയാൽ പിന്നെ ഇത്ര അധികം ലാഭം കൊയ്യാൻ പറ്റും എന്നുള്ളത് എന്താണ് കാണിക്കുന്നത്? എത്ര ഉന്നത പദവിയിലാണ് സ്വർണത്തെ മനുഷ്യർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. നമുക്കറിയാം, നമ്മളിവിടെ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഒരു TV ചാനൽ തുറന്നാൽ, എന്ത് ന്യൂസ് കേൾക്കാൻ വേണ്ടി നമ്മൾ ചാനൽ തുറന്നാലും അതിനിടയ്ക്കും വരുന്നത് മുഴുവനും പാതാതികേശം സ്വർണ്ണാഭരണങ്ങൾ, വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് വരുന്ന നായികമാരെയാണ് നമ്മൾ കാണുന്നത്, മോഡലുകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് സ്വർണം അത്ര ഭ്രമിപ്പിക്കുന്നു മനുഷ്യരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അഡ്വർടൈസ്മെന്റിനെതിരെ കോടതിയിൽ പോകുമെന്ന് തന്നെ ഞാനൊരു ചാനലിലെ ആങ്കറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ആങ്കർ എന്നോടന്ന് പറഞ്ഞു, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു, അയ്യോ പൊന്നെ പോകല്ലേ, ഞങ്ങളുടെ എല്ലാം ജോലി തെറിച്ചു പോകുന്നു. ഈ സ്വർണ്ണ കടക്കാരുടെ അഡ്വർടൈസ്മെന്റ് വഴി കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. ഈ അഡ്വർടൈസ്മെന്റ് നിന്നുപോയാൽ ഞങ്ങൾക്ക് ജോലിയേ ഇല്ലാതെയാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിലേക്ക് മുഴുകുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം കേരളത്തിലെ ജോലി എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നും അങ്ങനെ ഉള്ള ജോലി തെറിപ്പിച്ചു കളയുന്ന ജോലി ഞാനായിട്ട് ചെയ്യരുത്, ഞാൻ അവരുടെ
എവിടെയൊക്കെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആ പണിക്ക് പോകുക. അല്ലെങ്കിൽ ഞാൻ കോടതി പോയേനെ. കാരണം നമ്മുടെ എന്തോരം വിലപ്പെട്ട സമയമെന്നറിയോ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടുകൊണ്ട്. അത് ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾ എത്ര പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ എനിക്കും ഇതുപോലെ ആകാൻ ഒത്തുങ്ങി, ഇതുപോലെ സ്വർണം കിട്ടിയിരുന്നു എന്നൊക്കെയാണ് വിചാരിക്കുക. അത് മാത്രവുമല്ല, പേരൻസിന് വലിയ ആദിയാണ് പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ഇതൊക്കെ കാണുന്നത്. കാരണം എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ എങ്ങനെ എൻ്റെ പെൺകുട്ടിയെ. അപ്പോൾ പെൺകുട്ടി തന്നെ ഒരു ബാധ്യതയാണെന്ന് പേരൻസിന് പലപ്പോഴും തോന്നാൻ കാരണവും ഇതുപോലെ ആപാത ചൂടം സ്വർണം വിട്ടു വരുന്നവരെയാണ്. അപ്പം അതുകൊണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാടമായിട്ട് ഒരുപാട് സ്വർണം ധരിച്ച് നടക്കുകയോ ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ചെയ്യരുത്. പക്ഷേ സ്വർണം വാങ്ങി സൂക്ഷിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. സ്വർണത്തിൻ്റെ മൂല്യം അന്ന് 26,000 രൂപ ഉണ്ടായിരുന്ന സ്വർണം, കോവിഡ് കാലത്ത് 2020-21 26,000 രൂപ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വില ഇപ്പോൾ 68,000 മുകളിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വർണത്തെ നമ്മൾ നിന്ദിച്ചിട്ട് കാര്യമില്ല. അതൊരു വാസ്തവമാണ്, ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് സ്വർണം ഉണ്ടെങ്കിൽ കൊള്ളാം, അത് സൂക്ഷിച്ച് ശേഖരിച്ച് വെക്കുന്നത് അത്യാവശ്യം വരുമ്പോൾ പണമാക്കി മാറ്റി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നല്ലതാണ്. പക്ഷേ പാതാതികേശം സ്വർണമിട്ട് നടക്കുന്നത് ഒരിക്കലും സേഫ് അല്ല ഇന്നത്തെ കാലത്ത് എന്നുകൂടി ഞാൻ ഓർക്കുക. യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈവൻ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ കാണാറുണ്ട്, കൊച്ചു കുട്ടികളെ നിറയെ കുറേ സ്വർണം, ഒരു 5-6 പവൻ്റെ സ്വർണം കാണും അവരുടെ ദേഹത്ത്. അവർ നമുക്കറിയാം, ഇപ്പോൾ ഇന്നാള് സ്വർണ്ണമൊന്നും ഉണ്ടായിട്ടല്ലായിരുന്നു, ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു കുഞ്ഞിനെ, പേരൻസിൻ്റെ ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ കുറച്ച് ആഭരണം കൂടി ഇട്ട കുഞ്ഞാണെങ്കിലോ, അങ്ങനെ ആഭരണം ഇട്ട ഒരു കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു കഥ എനിക്കറിയാം. എൻ്റെ സഹോദരിയുടെ മകളുടെ കുഞ്ഞ്, ആ കുഞ്ഞ് ഉണ്ടായി 6 മാസമൊക്കെ പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരു 5-8 പവൻ്റെ സ്വർണ്ണമുണ്ട് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഭ്രാന്ത, ഈ കൊച്ചിനെ എന്തിനാ ഇങ്ങനെ സ്വർണ്ണം ഇട്ട് കൊണ്ടുവരിച്ചേ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അത് നിങ്ങൾക്കൊക്കെ മോശമല്ലേ സ്വർണ്ണം ഇടാതെ വന്നാൽ. ഓ, സ്വർണത്തിലാണോ ഞങ്ങളുടെ പ്രൗഢി ഇരിക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു. ഇപ്പം തന്നെ ഊരി ഈ സ്വർണം മുഴുവനും നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചോണം. തിരിച്ചു പോകുമ്പോൾ ഇതിലൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞും നഷ്ടപ്പെടും, സ്വർണവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു ഞാൻ. അതാണ് ഈ നാട്ടിലെ അവസ്ഥ. വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കണ്ടമാനം സ്വർണം വാരി കോരി ഇട്ട് നടക്കുന്ന സ്വഭാവം ഒരു കാരണവശാലും നമ്മൾ പോഷിപ്പിക്കരുത്. പക്ഷേ സ്വർണം ഒരു അസറ്റാണെന്നുള്ള കാര്യം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് പണം കൂടുതൽ ഉണ്ടാകുമ്പോൾ കാണുന്ന അഡ്വർടൈസ്മെൻ്റ് അനുസരിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം വാങ്ങിക്കൂട്ടുന്നതിന് പകരം, അതായത് ത്രോ എവേ സാധനങ്ങൾ വാങ്ങി വീട് നിറയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 ഗ്രാം സ്വർണം വാങ്ങിച്ചു വെക്കുക. അതൊരു അസറ്റായതുകൊണ്ട്, അതല്ലാതെ അതിനോട് യാതൊരു പ്രത്യേക സ്നേഹവും എനിക്കുള്ളത് കൊണ്ടല്ല. മനുഷ്യർക്ക് ആർക്കും സ്വർണത്തോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ ഇതൊരു അസറ്റായിട്ട് വെക്കുകയും അത് പണമാക്കി നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാൻ സഹായകമാണ് എന്ന കാര്യം ആരും മറക്കരുത്. അപ്പോൾ ഇനിയും സ്വർണത്തിൻ്റെ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകും. സ്വർണത്തിൻ്റെ വില സ്ഥിരതയിൽ നിൽക്കുകയില്ല. ട്രംപിൻ്റെ ഇക്കണോമിക് ബിഹേവിയർ, അതായത് തൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ചയെ പറ്റി അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും സ്ഥിരത കൈവരിച്ചു കഴിയുന്നിടത്തോളം സ്വർണത്തിൻ്റെ വിലയിലും ഓഹരി മേഖലയിലും എല്ലാം ചാഞ്ചാട്ടം ഉണ്ടാകും. കാരണം അമേരിക്ക ഒരു ബയറാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നയാളാണ്, വിവിധ രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നയാളാണ്. അമേരിക്കയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റലക്ച്വൽസും സാധാരണക്കാരും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെ ലിങ്ക് ഏതൊരു രാജ്യത്തിനും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ലിങ്കിനേക്കാളോ കൂടുതലായിട്ടുള്ള ലിങ്ക്സ് അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള നോബൽ ലോറേറ്റ്സിൻ്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവർ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരൊക്കെ അമേരിക്കയിൽ MIT-യിലോ മറ്റതുപോലുള്ള മേഖലകളിലും പ്രവർത്തിച്ചവരാണ്. അതുപോലെ തന്നെ ഈവൻ സാമ്പത്തിക ശാസ്ത്രത്തിന് ഓഫ് കോഴ്സ് അമർത്യ സെൻ, ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. പക്ഷേ അഭിജിത്ത് ബാനർജി, അദ്ദേഹം ബംഗാളിയാണ്, പക്ഷെ അദ്ദേഹം ചെയ്തത്
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അമേരിക്കയാണ്. അപ്പം അമേരിക്ക ഇൻ്റലക്ച്വൽസിനെ സമ്മേളിക്കുവാനും അവരുടെ പിന്നെ ക്രയേഷൻ, അവരുടെ ആ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പ്രയോജനപ്പെടുത്തി ലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനും പറ്റുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് അമേരിക്കയുടെ ഒരു ഡ്രോബാക്ക് അല്ല, അമേരിക്കയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം അമേരിക്ക നല്ലവണ്ണം പണം ചെലവഴിക്കുന്നത് കൊണ്ടാണ്, ഡോളർ ചെലവഴിക്കുന്നത് കൊണ്ടാണ് ഈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയൊക്കെ അങ്ങോട്ട് ഈ പിന്നെ എന്താണ് പറയുക, ഈയാമ്പാറ്റകൾ പ്രകാശം കാണുമ്പോൾ ഈയാമ്പാറ്റകൾ ചെല്ലുന്നത് പോലെ ഈ ഇൻ്റലക്ച്വൽസ് ഒക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ നല്ല ജീവിത സാഹചര്യങ്ങളും നല്ല വരുമാനവും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അതുപോലെ അവരുടെ എന്താ പറയുക, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം ആയതുകൊണ്ടാണ് ട്രംപിന്റെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ ഇട്ട് കുലുക്കുമ്പോഴേക്കും ലോകം മുഴുവനും പതുക്കെ ഇങ്ങനെ ആടി ഉലയുന്നത് പോലെ നമുക്ക് തോന്നുന്നത്.